അലൈക്കും. ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഗസ്റ്റുകളായ എൻ്റെ മുന്നിലിരിക്കുന്ന 25 പേരിൽ മമ്പാട് റഷീദ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവൂദ് സാഹിബ് പറഞ്ഞ ആ സംഗതിയിൽ നിന്ന് തന്നെയാണ് തുടക്കം. ഇന്നത്തെ ഈ പരിപാടിയിൽ വ്യക്തിപരമായി ഞാൻ എത്തിയിട്ടുള്ളത് അമലിനെ പോലെയുള്ള ഈ മനുഷ്യരുടെ നമ്മോട് പറയുവാനുള്ള വർത്തമാനം കേൾക്കാൻ വേണ്ടിയാണ്. എന്നിൽ നിന്നെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ വേണ്ടിയല്ല. ഈ മനുഷ്യർക്കത് കൊടുക്കുക എന്ന് പറയുന്നത് അധികപ്പറ്റാണ്. ഒരു തിരിച്ചറിവെന്തേ എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഞാനടക്കമുള്ള ആളുകൾ ഒരു കാലം വരെ ഉപയോഗിച്ച ഒരു സംഗതിയാണ്, ഈ മനുഷ്യരിൽ, ശേഷിയിൽ ഭിന്നരായ ഈ മനുഷ്യരിൽ ദൈവം തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് തുടക്കത്തിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. അത് കണ്ടെത്തി അതിനെ വളർത്തുക എന്നുള്ളതായിരുന്നു ഒരു കാലത്ത് ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, തീർത്തും തെറ്റായ, ഒരു നിലക്കും ശരിയല്ലാത്ത ഈ മനുഷ്യർ ഇവർ മഹത്വമുള്ളവരാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അമലിൻ്റെ ജീവിതം എനിക്കറിയാം. അവൻ കഷ്ടപ്പെട്ട്, അവൻ്റെ പിതാവ് അതിനേക്കാൾ കഷ്ടപ്പെട്ട് അവൻ ഉണ്ടാക്കി കൊടുത്ത, അവൻ ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ എളുപ്പത്തിൽ പടച്ചവൻ കൊടുത്ത എന്തോ ഒരു സംഗതിയെ തേച്ച് മിനുക്കി എന്ന് പറയുന്ന വൃത്തികേടല്ല. അത് പ്യോളി അവർ കഷ്ടപ്പെട്ട് തന്നെ ആ അർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതി. നമുക്ക് പൊതുവെ നമ്മുടെ ചുറ്റുപാടിൻ്റെ ഒരവസ്ഥ ദാവൂദ് സാഹിബ് സൂചിപ്പിച്ചല്ലോ. ആ ഒരു സംഗതിയിൽ നിന്ന് സമൂഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന ഒരു തിരിച്ചറിവ് വളരെ കൃത്യമായി നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അല്ലേ, സമൂഹം നേരത്തെ അധ്യക്ഷൻ ചോദിച്ചില്ലേ, ദാവൂദ് സാഹിബ് ദഹിഷിനോട് ചോദിച്ചത്രേ, പാനൂരിൻ്റെ ചുറ്റുവട്ടത്തിൽ ഇത്രയേറെ 380 ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയേണ്ട വസ്തുത, കേരളത്തിൽ മാത്രം 9 ലക്ഷത്തിലധികമാണ് ഭിന്നശേഷിക്കാരെ മക്കളുടെ എണ്ണം എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്തിൽ മാത്രം 400-ലധികവും, ഒരു മുനിസിപ്പാലിറ്റിയിൽ 1000-ഓളവുമാണ് ഈ അർത്ഥത്തിലുള്ള ഈ മനുഷ്യരുടെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ അയൽപ്പക്കത്തൊക്കെ ഇത്തരം മക്കളുണ്ട്, ഇത്തരം മനുഷ്യരുണ്ട്. അവരുടെ വിഷയത്തിൽ ഇടപെടാൻ ഒരു ഹാജിക്ക് ഇടപെട്ടപ്പോഴേക്ക് ചുറ്റുവട്ടത്തുള്ള സകലമായ ആളുകളും അമ്പട ഹാജിക്ക നിങ്ങൾ മഹാൻ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരിലൂടെ പണി നടക്കണം എന്ന് കരുതി മാറി നിൽക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളും അടക്കമുള്ള വലിയ അർത്ഥത്തിലുള്ള പൊതുസമൂഹം എന്ന് പറയുന്നത്. ഒരു എസ് അക്കാഡമി മാത്രം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഈ മക്കൾ അനുഭവിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ ഗസ്റ്റുകൾ പറഞ്ഞാൽ മാധ്യമരംഗത്തെ ആളുകളാണ് അല്ലേ. ദാവൂദ് സാഹിബുണ്ട്, ഇബ്രാഹിം സാഹിബുണ്ട്, ഷെയ്ഖ് സാഹിബിനെ പോലെയുള്ള ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ലാത്ത ആ മനുഷ്യൻ. എന്നെയൊക്കെ ജീവിതത്തിൽ നന്മ ഉണ്ടാവണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിപ്പിച്ച, നന്മ എന്നത് കൊടുത്തു തന്നെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ അധ്യാപകൻ ഷെയ്ഖ് സാഹിബ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മനുഷ്യരോട് പറയുവാനുള്ളത്, നിങ്ങൾ ശ്രദ്ധ കൊടുത്തേ പറ്റും. അത് ദാവൂദ് സാഹിബിനോട്, ഇബ്രാഹിം സാഹിബിന് അടക്കമുള്ള ആളുകളോട് പറയണത്, നിങ്ങൾ കംബോഡിയയെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ പോൾപോട്ടിനെ കുറിച്ച് പറഞ്ഞു. അതേ അവസ്ഥ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഈ വർത്തമാനങ്ങൾ നമ്മൾ പറയുന്നത്. നിങ്ങളൊന്നത് മനസ്സിലാക്കണം. കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ ഒരു വലിയ തിരിച്ചറിവ് എന്തേ എന്ന് ചോദിച്ചാൽ, ഈ മക്കളുടെ വിഷയത്തിൽ, ഈ മക്കളുടെ എന്തുകൊണ്ട് എസ് അക്കാഡമി പോലെയുള്ള അക്കാഡമികൾ കേരളത്തിലെ സകലമാന മുനിസിപ്പാലിറ്റികളിലും ഉണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ കാരണം, നമുക്കറിയാവുന്നതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുക അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസത്തിലാണ്. അതിൻ്റെ 9.5 മാസം പോകുന്നത് അവൻ്റെ പ്രഗ്നൻസി പീരീഡിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വർത്തമാനം പറയുന്നത് മുഴുവനും നമ്മുടെ
കയ്യിലുള്ള കുഞ്ഞുങ്ങളുടെ നമ്പറുകൾ മുഴുവൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് 8 വയസ്സിനോ 10 വയസ്സിനോ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മക്കള്, ദാവൂദ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ഭവനിൽ വന്ന കുട്ടിയുടെ വയസ്സും ആ പറയുന്ന വയസ്സാണ്. അവിടെയാണ് തിരിച്ചറിയേണ്ടത്. തിരിച്ചറിഞ്ഞേ പറ്റൂ എന്ന ഒരു സംഗതി മാധ്യമ ലോകത്തോടുകൂടി പുറം ലോകം അറിയട്ടെ. നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഒരു കുഞ്ഞിന്, അത് ഭിന്നശേഷിക്കാരനായ കുട്ടിയാണെങ്കിലും അവന് ഡെവലപ്മെന്റ് നടക്കേണ്ടത്, അവന്റെ വിഷയത്തിൽ ഇടപെടേണ്ടത് ആദ്യത്തെ 1000 ഡേയ്സിലാണ്. അതായത് പ്രഗ്നൻസി പീരീഡിലുള്ള 9.5 മാസം, അതിനുശേഷമുള്ള 2.25 വർഷം. ഈ കാലത്ത് നിങ്ങൾ ഇടപെടുന്ന ഏത് സംഗതിയും റിസൾട്ട് ഉണ്ടായേ പറ്റൂ. ഒരു സംശയം വേണ്ട. അതിൽ റിസൾട്ട്, അത് സയൻസാണ്. അത് ഏതോ അർത്ഥത്തിലുള്ള മിത്തല്ല, അത് സയൻസാണ്. ആ സമയത്ത് ഇടപെട്ടിരുന്നുവെങ്കിൽ, അതുകൊണ്ടാണ് നാടൊട്ടാകെ നമ്മൾ വിളിച്ചു പറയുന്നത്, നിങ്ങളൊരു ഏർലി ഇന്റർവെൻഷൻ സെന്റർ ഉണ്ടാക്കുക, നിങ്ങളൊരു ഏർലി ഇന്റർവെൻഷൻ സെന്റർ ഉണ്ടാക്കുക. ഹാജിക്കന്മാര് നാട് മുഴുവൻ പരക്കട്ടെ, നിങ്ങളുടെ ജിഹ്വ ചലിക്കട്ടെ. ആ ചലിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ പറയേണ്ടത്, ഇത്തരം സംവിധാനങ്ങൾ ഈ നാട്ടിൽ നിലനിന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു സംഗതി, കംബോഡിയയിൽ പോൾപോട്ട് ചെയ്ത അതേ പണി ഈ കൊച്ചു കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ആരെയെന്ന് ചോദിച്ചാൽ ഇവരുടെ മാതാപിതാക്കളാണ്. കേരളത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ മാത്രം മാതാപിതാക്കളാൽ കൊല ചെയ്യപ്പെട്ട ഭിന്നശേഷി മക്കളുടെ എണ്ണം 30 ആയിരങ്ങളും ലക്ഷങ്ങളും പറയുന്നില്ലെങ്കിലും കൂടി 30 മക്കളെയാണ് മാതാപിതാക്കൾ കൊല ചെയ്യപ്പെട്ടത്. മാതാപിതാക്കളെ ജന്മം കൊടുത്ത അതേ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ട 30 മക്കൾ അല്ലേ? നിങ്ങളൊക്കെ വിശ്വാസികളല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായിട്ടുള്ള ഒരു വർത്തമാനം നമ്മോട് പറഞ്ഞത് അല്ലേ? നിങ്ങൾക്കറിയാലോ, സൂറത്ത് തക്വീറിൽ ഒരു വചനമുണ്ട്. ദാ ആസിമ വരുന്നു. സൂറത്ത് തക്വീറിൽ ഒരു വചനമുണ്ട്. ആ വചനം എങ്ങനെയാണ്? ഖിയാമത്ത് നാളിന്റെ ലോകാവസാനത്തിന്റെ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തിൽ സൂര്യൻ ചുരുട്ടപ്പെടുന്ന ദിവസം, ഭൂമി പിളരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ് അതിഭയാനകമായ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വർത്തമാനം ഇങ്ങനെയാണ്. അതിഭയാനകമായ വർത്തമാനം പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംഗതി, ജീവനോടെ കൊല ചെയ്യപ്പെട്ട പെൺമക്കൾ, ജീവനോടെ കൊല ചെയ്യപ്പെട്ട പെൺമക്കൾ പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം. അത് കൃത്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വെറുതെ ഒരു ആലോചന നടത്തുക. ഈ 30 പേരിൽ ഒരാള് സുരേഷാണ്. വിയൂർ ജയിലിലാണ്. മെജോറിറ്റി അതിൻ്റെ കൂടെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു തുണ്ട് കയറിൽ, അതല്ലെങ്കിൽ വിഷത്തിൻ്റെ പുറത്ത് മെജോറിറ്റിയും തീർന്നിട്ടുണ്ട്. പക്ഷെ തീരാത്ത ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലൊന്ന് സുരേഷാണ്. നിങ്ങൾ ഈ സൂറത്ത് തക്വീർ പറഞ്ഞത് വിശ്വസിക്കുന്നുവെങ്കിൽ, വിയൂർ ജയിലിലുള്ള സ്വന്തം മകളെ വെട്ടുകത്തി കൊണ്ട് കൊത്തി നുറുക്കിക്കളഞ്ഞ, പാനൂരിൻ്റെ മണ്ണാണല്ലോ ഇത്, കൊത്തി നുറുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. വെട്ടി നുറുക്കിയ പിതാവ്, ഈ പിതാവിനടുത്തേക്ക് അയാൾക്ക് ജാമ്യം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുറച്ച് വളണ്ടിയേഴ്സ് പോയത്. 1 വർഷം കഴിഞ്ഞു. ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം റെഡിയായി വന്നു. ആ വർത്തമാനത്തിന് അദ്ദേഹം ആദ്യം നിന്നില്ല അത്രേ. ഇവരോട് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം വല്ലാതെ അകൽച്ച പാലിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കും തിരികെ പറയാതിരുന്ന അവസാനം, എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ച സമയത്ത് സുരേഷ് പറഞ്ഞ പോലും, സാറേ നിങ്ങളോടൊക്കെ ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞത്രേ. നിങ്ങളോടൊക്കെ ദൈവം ചോദിച്ചോളും എന്ന് പറഞ്ഞത്രേ. എന്തേ സുരേഷിൻ്റെ സംഗതി എന്ന് ചോദിച്ചാൽ, 18 വയസ്സ് പ്രായമുള്ള, ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന, ഓട്ടിസം ഉള്ള, ശരീരത്തിൽ ഡ്രസ്സ് ഉണ്ടാവരുത് എന്ന് ഉറപ്പിക്കുന്ന, ആരെപ്പോഴും ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ അത് പറിച്ച് കീറിക്കളഞ്ഞ് പൊതുനിരത്തിലൂടെ ഓടുന്ന ഇദ്ദേഹത്തിൻ്റെ മകൾ. ഭാര്യ വിളിച്ചു പറയും മകൾ ഓടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ എവിടേക്കോ ചെന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ഒരു റുട്ടീൻ പ്രോസസ്. ഒരു ദിവസം കൽപ്പണിക്കാരനായിട്ടുള്ള ഇദ്ദേഹം പണി എടുത്തുകൊണ്ടിരിക്കെ ഭാര്യയുടെ കോള് വന്നു. മകള് ശരീരത്തിലിട്ട ഉടുപ്പ് മുഴുവൻ വലിച്ചെറിഞ്ഞ് തെരുവിലൂടെ ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്രേ. കിട്ടിയ ഓട്ടോ വിളിച്ച് ആ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് പിതാവായ ഈ ചങ്ങാതി മനസ്സിലാക്കുന്നത്, ഇട്ട ഉടുപ്പ് മുഴുവൻ വലിച്ചെറിഞ്ഞ് തെരുവിലൂടെ ഓടുന്നതിനിടയിൽ നാട്ടിലുള്ള ചില യുവാക്കളുടെ ഫോണിലെങ്കിലും
എൻ്റെ മകളുടെ ആ ഓടുന്ന വീഡിയോ വന്നിട്ടുണ്ട് എന്നും ആ വീഡിയോ നാട് മുഴുവൻ പരക്കണുണ്ട് എന്ന തിരിച്ചറിവുണ്ടായ ഈ അച്ഛൻ നേരെ വീട്ടിലേക്ക് വരികയും വെട്ടുകത്തി എടുക്കുകയും തുണ്ടം തുണ്ടമാക്കുകയുമാണ് ചെയ്തത്. ഈ സുരേഷാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ ആ മനുഷ്യരോട് പറഞ്ഞത്, സാറേ, ദൈവം നിങ്ങളോട് ചോദിച്ചു കൊള്ളും എന്ന് പറഞ്ഞു. ഇതേ വർത്തമാനമാണ് ദൈവം തമ്പുരാൻ പറയണത്. ജീവനോടെ കൊല ചെയ്യപ്പെട്ട പെൺമക്കളോട് നാളെ പടച്ചവൻ ചോദിക്കുന്ന ദിവസം ഏത് കുറ്റത്തിൻ്റെ പേരിലാണ്? ഒരു സംശയം വേണ്ട, ഈ സമൂഹത്തോട് മുഴുവൻ ചോദിക്കും. അതൊരു ആജിക്കാക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട ചോദ്യമല്ല കേട്ടോ, അതൊരു കേക്ക് വേണ്ടി റിസർവ് ചെയ്ത ചോദ്യമല്ല കേട്ടോ. എന്നോടും നിങ്ങളോടും വേണ്ടതെന്തേ എന്ന് ചോദിച്ചാൽ സകലമാന നാട്ടിലുണ്ട് ഈ മക്കൾ. നമ്മുടെ സ്വർഗമാണ് ഈ മക്കൾ, നമ്മുടെ സ്വർഗമാണ് ഈ മക്കൾ. തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇടപെടേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ 1000 ഡേയ്സിലാണ്. അജിക്കയോടക്കം എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ വെൽത്ത് നിങ്ങൾ ചിലവാക്കും. ഈ പറയുന്ന ആദ്യത്തെ 1000 ഡേയ്സിലേക്ക് കേരളത്തിലെ സകലമാന മുനിസിപ്പാലിറ്റിയിലേക്കും സകലമാന ബ്ലോക്ക് പഞ്ചായത്തിലും ഇത്തരം സംഗതികൾ നേരത്തെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഇടപെടാൻ വേണ്ടി, ജനിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സംഗതിയും ലഭ്യമല്ല. ഈ കുട്ടികളോട് തന്നെ, ഇവരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾ എന്തേ പഠിപ്പിക്കണത്? അവർക്കുള്ളത് 6 മുതൽ 11 വയസ്സ് വരെ വേണ്ട ഒരു സിലബസ് മാത്രമാണ്. എന്തേ ഇവരൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ, നമ്മളിങ്ങനെ ആയതുകൊണ്ട് അവരൊക്കെ അങ്ങനെയാണ്. 30 മക്കളെ കൊന്നതുപോലും ആർക്കും വാർത്തയല്ല, പത്രക്കാർക്ക് പോലും വാർത്തയല്ല, ആർക്കും വാർത്തയല്ല. എന്തേ എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രൊഡക്റ്റീവ് അല്ലാത്ത, തിരിച്ചറിയേണ്ടത് ഈ മനുഷ്യരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടത് കഠിനാധ്വാനത്തിൻ്റെ അതിസുന്ദരമായ മാതൃകകളാണ്. ഇടപെട്ടാൽ, ഒരു സംശയം വേണ്ട, ഇടപെട്ടാൽ ആര് എന്നുള്ളത് ചോദ്യം. കൂടെ നിന്ന് ഇടപെട്ട് കൊടുത്താൽ, അല്ലാതെ ആരെങ്കിലും മഹത്വവൽക്കരിക്കാനുള്ള, ഏതെങ്കിലും സംഘാടകനെ മഹത്വവൽക്കരിക്കാനുള്ള വേദി ആവരുത് ഇത്. ഈ മക്കളുടെ, ഈ മനുഷ്യരുടെ വർത്തമാനം കേട്ടുകൊണ്ട് എന്നിലുള്ള നാളെ എന്നോട് ചോദ്യം ചോദിക്കുമെന്ന തിരിച്ചറിവിന് പുറത്ത് ഈ മനുഷ്യർ, നിങ്ങളുടെ നാട് ഏതാണോ ആ നാട്ടിലെത്തി ഈ മക്കൾക്ക് വേണ്ടി പണിയെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.